ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാന്താരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് വെള്ളക്കാന്താരിയാണ് കിട്ടിയത്. അതിൽ ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് സ്പൈസസ്, പട്ട, ഗ്രാമ്പു എല്ലാം ഉണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ കുരുമുളകുണ്ട്, പച്ച മുളകുണ്ട്, അങ്ങനെ. പിന്നെ മല്ലിയില നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. കാരണം കാന്താരി അല്ലേ, അപ്പോൾ കാന്താരി ആകുമ്പോൾ എല്ലാം പച്ച കളർ തന്നെ വേണമല്ലോ. അപ്പോൾ നമ്മളിതേ മല്ലിയില ഇടാൻ പോകുന്നു. മല്ലിയില കുറേ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടാൻ മറക്കണ്ട. പിന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി ഇടാം നമുക്ക്. ഇങ്ങനെ പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. പക്ഷേ അരച്ചെടുക്കാൻ പോയപ്പോൾ എനിക്ക് പണി കിട്ടി, കാരണം കറണ്ടില്ല. ഇത് ഇൻവെർട്ടർ ആയതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും അമ്മിയിൽ കൊണ്ടുപോയി അരച്ചെടുത്തു. പിന്നെ നമ്മൾ ഇത് ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചതാണ്, 2 ദിവസം മുമ്പ് വാങ്ങിച്ചതാട്ടോ. കാരണം ഇതെങ്ങനെ പരത്തിയെടുക്കണം, ഇതുകൊണ്ട് ഇങ്ങനെ ഇടിച്ചെടുത്താൽ മതി. അപ്പോൾ പരന്ന് വരണം, അപ്പോഴേ ശരിക്കും നല്ലോണം വേവാനൊക്കെ നല്ല ഇതാണ്. എന്നിട്ട് നമ്മൾ ആ പച്ച കൂട്ടാണൊക്കെ ചേർക്കേണ്ടത് ഇതിൽ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇടിച്ചെടുക്കുന്നത്. എന്നിട്ട് പച്ചയായിട്ട് അരച്ച് ഞാൻ അമ്മിയിൽ കൊണ്ടുപോയാണ് അരച്ചത്. അത് നന്നായി പരട്ടി വെച്ചു കേട്ടോ. ഞാൻ മിക്സിയിൽ ഇടുകയും ചെയ്തു. ഇട്ട് കഴിഞ്ഞിട്ട് ഓണാക്കിയപ്പോഴാണ് കറണ്ടില്ല എന്ന് അറിഞ്ഞത്. കാരണം നമുക്ക് ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷേ മിക്സി അരയ്ക്കാൻ പറ്റില്ല, ഇൻവെർട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അറിയാൻ പറ്റില്ല. അല്ലേ, സാധാരണ കറണ്ട് പോവാറില്ല, സൺഡേ ഒന്നും ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരു ഹിൻഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ മിക്സിയിലൊന്നും ഇടില്ലായിരുന്നു. പിന്നെ അമ്മിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കൊണ്ടുപോയി അരച്ചെടുത്തിട്ടാണ് 8ൻ്റെ പണി എന്ന് തന്നെ പറയാം. അങ്ങനെ വന്നു. പിന്നെ അതെല്ലാം ഞാൻ പച്ച അരച്ചതെല്ലാം കൂടി ഇതിലിങ്ങനെ എടുത്ത് വയ്ക്കുക അങ്ങനെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ ഒക്കെ എടുത്തിട്ട് അതിൽ ഇത്തിരി ബ്രെഡ് ഗ്രാംസൊക്കെ ഇട്ടിട്ട് മുക്കി പൊരിക്കുകയും ചെയ്യാം. അപ്പോൾ KFC ആവും. ഇതെല്ലാം ഏകദേശം ഒരേ മാതിരി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാ കൂട്ടുമൊക്കെ ഒരേ മാതിരി തന്നെയാണ്, ഓരോ പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അൽഫാമാണെങ്കിലും ഇങ്ങനെ തന്നെയല്ല ഉണ്ടാക്കണേ. ഇത് തന്നെയാണ് അതിനുള്ളത്. KFCയിലാണെങ്കിൽ നമ്മൾ ഇത്തിരി ബ്രെഡ് ഗ്രാംസും കൂടി ചേർക്കും, അത്രേ ഉള്ളൂ. പിന്നെ കോൺഫ്ലവർ, അരിപ്പൊടിയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അരിപ്പൊടിയൊന്നും ബ്രെഡ് ഗ്രാംസോ അല്ലെങ്കിൽ കോൺഫ്ലവറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് അങ്ങോട്ട് വെളിച്ചെണ്ണയാണെങ്കിലും ഓയിലാണെങ്കിലും സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതാണെങ്കിലും വളരെ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, 1 ടീസ്പൂൺ ഒഴിച്ചാലും മതി. എന്നിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ ഒഴിച്ചത് നല്ല കരിഞ്ഞ കളറാവണം, അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റും. പിന്നെ പുകയ്ക്കണമെങ്കിൽ നമുക്ക് കരിക്കട്ട, നല്ല ചിരട്ടയുടെ കരി എന്തെങ്കിലും, അല്ലെങ്കിൽ വേണ്ട ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി ഈ കരിക്കട്ട അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അടച്ച് വെച്ചാൽ നല്ല പുക വരും. പുക വന്നു കഴിയുമ്പോൾ ആ പുകയുടെ ഒരു ചുവയും കിട്ടും. അങ്ങനെ വേണമെന്നുള്ളവർക്ക്. ഇല്ലെങ്കിൽ ഇത് മതി. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടൊക്കെ എത്രയോ ഭേദമാണിത്. ഹോട്ടലിലാകുമ്പോൾ എന്തായാലും പ്രിസർവേറ്റീവ്സ് അവർ ചേർക്കാതിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇതാകുമ്പോൾ നമ്മൾ തന്നെയല്ലേ ചെയ്യണത്, നമുക്ക് അറിയാം ഇതിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കഴിക്കണേന്. അപ്പോൾ എന്നാലും ലിമിറ്റ് വെച്ചൊക്കെ കഴിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. Thank you.